ഹലോ എവരിവൺ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വേറെ കുറെ ആൾക്കാരുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ അനിയത്തിമാരാണ്. അപ്പൊ ഇതാണ് ബ്രൈഡ്. ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇന്ന് കല്യാണത്തിന്റെ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. അതെ, ഫുൾ ബിസിയാണ്. കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും വേണ്ടിട്ട് പോവാണ്. അതെ, അപ്പൊ നമുക്ക് കയ്യിൽ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാണ്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ അതിന് പോവാണ്. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ്, ഞങ്ങളുടെ വെഡിങ് പ്രിപ്പറേഷന്റെ ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ എന്നാ പിന്നെ നമുക്ക് പോയാലോ? വേറെ എങ്ങോട്ടും അല്ല കേട്ടോ. എങ്ങോട്ടാ പോണേ? വണ്ടൂരിലാണ് നമ്മള്. അതെ, ഞങ്ങളെ ഹോം ടൗൺ ആയില്ല വണ്ടൂരിലോട്ടാണ് പോണത്. അപ്പൊ നമുക്ക് പോവാം. നമുക്ക് ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. 5 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷെ നമ്മള് കുട്ടീനെയൊക്കെ കൊണ്ട് പോകുന്നോണ്ട് നമ്മള് വണ്ടിയിലാണ് പോകുന്നത്. പിന്നെ ചൂടല്ലേ. മോള് ആശി ഇവിടെ ഉണ്ട്. അപ്പൊ ഞമ്മക്ക് പോവാം. ലച്ചു വേഗം കേറ്. റാബി കുറച്ച് തീങ്ങ മിമ്മിക്കിരിക്കണ്ട. ഇതാ 3 ആളുണ്ട്. ലാസ്റ്റ് മിനിറ്റ് പർച്ചേസിന് വന്നുകൊണ്ട് സ്റ്റിച്ചിങ്ങിന് എവിടെ എടുക്കുന്നില്ല കേട്ടോ. അതെ, ഞങ്ങളിപ്പോ ലാസ്റ്റ് മിനിറ്റ് വന്നുകൊണ്ട് ഓണത്തിന്റെ തിരക്കും എല്ലാം ആയതുകൊണ്ട് എവിടെയും സ്റ്റിച്ചിങ്ങിന് എടുക്കണില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. നമ്മള് സ്ഥിരം കൊടുക്കണേ കാക്കു ഓണം കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആവും. പക്ഷെ ഓണം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ പ്രോഗ്രാം അല്ലേ. ഇനിയിപ്പോ നമ്മള് എന്ത് ചെയ്യുന്നുള്ളൊരു ഇതിലാണ് നിക്കണത്. കാരണം നമ്മൾ സ്ഥിരം കൊടുക്കണത് ഈ വണ്ടൂരുള്ള ഇവിടെയുള്ള ചോയ്സിലും ഫാഷനിലും ഒക്കെയാണ് നമ്മൾ സ്ഥിരം സ്റ്റിച്ചിങ്ങിന് കൊടുക്കണത്. പക്ഷെ അവിടെയൊക്കെ അവർ തിരക്കാണ്, ഓണത്തിന്റെ എല്ലാത്തിനും തിരക്കല്ലേ. പിന്നെ ഈ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എവിടെ കൊടുക്കുന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പൊ നമുക്ക് നോക്കാം, അവിടെ എവിടെയെങ്കിലും ഒക്കെ എടുക്കുകയായിരിക്കും. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ഇവർക്ക് വെള്ളവും ജ്യൂസും കുടിക്കണം. നമുക്ക് അതിനുള്ള സമയമല്ല. ഒക്കെ കണക്ക് തന്നെ. ഒരു എൽഡർ സിസ്റ്ററിന്റെ രോദനം, അടിക്കാൻ കൊടുക്കാൻ പറ്റാത്തിന്റെ രോദനം. എന്റെ കുട്ടിക്ക് ഓൾക്കും കൊടുക്കാൻ ഈസിയായില്ലേ. ഏതായാലും കുഴപ്പമില്ല. ഉണ്ടോ? ഇവിടെ താത്താന്റെ ഫോൺ എവിടെ? എത്ര നേരായില്ലേ കുട്ടു? ഇല്ലട്ടോ. കൊറേ സ്ഥലത്ത് പോയിട്ടോ. അവസാനം ഒരു കടക്ക് കുഴപ്പമില്ലാണ്ട് എടുക്കാന്ന് പറഞ്ഞു. കഴിഞ്ഞോ? അതിൽ കളറുണ്ടോ? നാട്ടിൽ വരുമ്പോ തുടങ്ങിക്കണ ഒരു കുപ്പിവള. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവള. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കുപ്പിവള. അതുപോലെ കുപ്പിവള ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ഇടാം. ലച്ചുവിന് നമ്മള് തലേ ദിവസം ഇടയുള്ള കുപ്പിയോളൊക്കെ എടുത്തത്. കല്യാണത്തിന്റെ തലേന്ന് നമ്മള് കുപ്പിയോളയും ഒക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പട്ടുപാവടയൊക്കെ. സുട്ടൂനും ലച്ചുവിനും കമ്മല്. ബ്രൈഡ് ഇവിടെ ടയേർഡായിട്ടോ. എങ്ങനെയുണ്ട് ബ്രൈഡ് കല്യാണ പർച്ചേസ് ഒക്കെ? കല്യാണം വേണ്ടിയില്ലെന്ന് തോന്നുന്ന നിമിഷം പർച്ചേസിങ് കുറച്ചൊക്കെ ഓക്കെ. കുറെ കിട്ടുമ്പോ നല്ല ടയേർഡായിട്ടുണ്ട്. രൂപക്കൊക്കെ ദേഷ്യം റുഹാബിന്റെ ഒക്കെ ക്ഷമ
ക്ഷമ കിട്ടുന്നുണ്ട്. അല്ലോ സുട്ടോ, എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടി? എങ്ങനെയുണ്ട്? ഞങ്ങള് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങള് 4 ആളും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങണത്. കാരണം ഇവൾ ദുബായ്, ഇവൾ അമേരിക്ക, ഇവൾ ജർമ്മനി, ഇവൾ അങ്ങനെ വേണമെന്നില്ലല്ലോ. അതുകൊണ്ട് കാണാൻ പറ്റില്ല. അതല്ല, ഞങ്ങൾ 4 ആൾ ഒരുമിച്ച് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കുറെ കാലത്തിന് ശേഷമാണ് ഒരുമിച്ച് ഉണ്ടാവണേ. പറഞ്ഞത് ഓളാണ്. അല്ല, ഓൾക്ക് ഓരോ ക്ലാസ് ഫംഗ്ഷനൊക്കെ ഉണ്ടാവും. പിന്നെ ഞാനിവിടെ ഇല്ല അങ്ങനെയൊക്കെ. അപ്പൊ കുറച്ചു കാലമായി എന്തായാലും ഒരുമിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാര്യമാണ്. ഇടയ്ക്ക് ഒരു അടി ഇടിയും ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഞങ്ങൾ 4 ആൾ തമ്മിൽ ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ അവരെ മിസ് ചെയ്യലുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം കുറച്ച് സമയം കുറച്ച് ഷോപ്പിംഗ് ആണെങ്കിലും കുറെ കാലത്തിന് ശേഷം നല്ല സന്തോഷത്തോടെ ഒരുമിച്ച് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി. കോമഡിന്റെ സൗണ്ട് കൊടുക്കണേ. എന്താ എന്റെ അഭിപ്രായം? 100%. പറയ്, ഏത് താത്താനെയാണ് കൂടുതൽ ഇഷ്ടം? ചെറിയ എന്നോട് ചോദിക്കാം. അല്ലാണ്ട് ഇഷ്ടം കൊണ്ടൊന്നും എനിക്ക് ആകെ ഒരു താത്തുള്ളൂ. എനിക്ക് 3 ആള് ഒരേപോലെയാണ് കേട്ടോ, സത്യം. അല്ലേട്ടന്റെ താത്തക്ക് ഇന്നാണ് കൂടുതൽ ഇഷ്ടം പറഞ്ഞിരുന്നോ? ഇതിന് കൊറേ നേരം ഞാൻ ഈ പാതോടുത്ത് പറ്റിക്കണേ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് കല്യാണത്തിന്റെ ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷായി. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ അനിയത്തിമാരുടെ കൂടെ കുറെ മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പുറത്തു പോലും കറക്കൊക്കെ. ഞങ്ങള് കുറച്ച് അടിപിടിയൊക്കെ കൂടിയെങ്കിലും ഇവര് ഇല്ലാത്ത ഒരു സമയം എനിക്ക് ഭയങ്കര ഒരു മിസ്സിങ് തന്നെയാണ്. അതങ്ങനെ തന്നെയാണല്ലോ, സിബ്ലിങ്സ് ഉള്ളവർക്ക് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.